നമസ്കാരം. നമ്മുടെ എവിടേക്കാ? നമ്മുടെ ദുബായ് ട്രിപ്പിന്റെ 3-ാം ദിവസം എന്താ ഇന്നിവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ തീം പാർക്കും വാട്ടർ തീം പാർക്കും പിള്ളേരുടെ ആക്ടിവിറ്റീസായിട്ട് ജഗപുക തിരക്കായിരുന്നു. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളത് കാരണം കുറച്ച് പതുക്കെയാക്കി. രാവിലെ 12:30 നമുക്ക് ബുർജ് ഖലീഫ വിസിറ്റ് ഉണ്ട്. അപ്പോൾ അതിനിറങ്ങാണ് ഇപ്പം. സമയം 10:30 മെട്രോന് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഹോട്ടലിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മെട്രോ നമ്മൾ 2 ദിവസമായിട്ട് ഉപയോഗിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് നമ്മൾ മെട്രോയിൽ യാത്ര ആയിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇന്നത്തെ ബുർജ് ഖലീഫ യാത്രയും ദുബായ് എക്കോറിയും ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ അജണ്ടയിലുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കാം. എന്തായി എല്ലാം സെറ്റ് അല്ലേ? ബുർജ് ഖലീഫയ്ക്ക് പോകാനുള്ള ലുക്കായ നമുക്ക്. അപ്പൊ നമ്മൾക്ക് കാറൊന്നും ഇല്ലെങ്കിലും ദുബായിൽ വന്നാൽ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഒരു മെട്രോ ആണ് കേട്ടോ ഈ അൽബാർഷ. ഈ നമ്മുടെ ഈ ഹോട്ടലിന് ഈ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ റോസ് പാർക്ക് ഹോട്ടല്. കണ്ടില്ലേ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിനെ മഷ്റഖ് സ്റ്റേഷൻ എന്നാട്ടാ പറയാ. നമുക്ക് ഒരു ദിവസം ദുബായിൽ മുഴുവൻ സഞ്ചരിക്കണമെങ്കിൽ 20 റിയാലിന്റെ ഒരു 20 ദിർഹത്തിന്റെ ഒരു സിൽവർ പാസ് എടുക്കാം. ഒരാൾക്ക് 20 ദിർഹം. അപ്പോൾ ആ സിൽവർ പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ മെട്രോയില് നമുക്ക് ദുബായ് മുഴുവൻ സഞ്ചരിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ അത് എടുക്കാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇന്ന് തന്നെ ഒരു 2-4 മെട്രോ ട്രിപ്പ് വരും. അപ്പൊ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇതാ ഓരോരുത്തരായി കയറുണ്ട്. ഇനി നമുക്ക് മോളിലേക്ക് പോവാം. ട്രെയിൻ വരണം അവിടത്തേക്ക്. നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ആദ്യത്തെ മെട്രോ യാത്ര ദുബായിൽ വന്നിട്ട് ഐശ്വര്യമായി ഉള്ളിൽ കയറുകയാണ് കേട്ടോ. സീറ്റൊന്നുമില്ല, സംഭവം ഫുള്ളാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ആദ്യത്തെ മെട്രോ അനുഭവം? നല്ല അനുഭവം. ഇഷ്ടപ്പെട്ടു. ചാടിയിറങ്ങ ട്രെയിൻ വിടും. നമ്മളെ ട്രെയിനൊക്കെ ഇറങ്ങി ബുർജ് ഖലീഫനെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് കേട്ടോ എല്ലാവരും. ഫൈനലി നമ്മള് ദുബായ് മോളിന്റെ ഉള്ളിൽ എത്തിണ്ട് കേട്ടോ. നടന്നിട്ട് എന്നാ അത്യാവശ്യം ചെറിയ രീതിയിൽ തിരക്കുണ്ട്. കാരണം പെരുന്നാൾ കഴിഞ്ഞതിന്റെ അടുത്ത ദിവസമാണ്. നോക്കാം നമുക്ക്. അപ്പൊ അവിടുന്ന് നമ്മുടെ ടിക്കറ്റും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടാ. അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ അക്വേറിയം കാണാനുണ്ട്. അപ്പൊ രണ്ടിനും കൂടിയുള്ള ടിക്കറ്റാണിത്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ ബുർജ് ഖലീഫ ഉണ്ടാക്കിയതിന്റെ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഇവിടെ ടിവിയുടെ സ്ക്രീനില് ഇയർ ബൈ ഇയർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ 2006 കാണാൻ പറ്റണ 50ാമത്തെ ലെവൽ ഉണ്ടാക്കിയത് കണ്ടോ. ഇവിടെ 2007 ലെവൽ 100 വരെ എത്തി. അങ്ങനെ ഓരോ വർഷത്തെയും കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2007 തന്നെ 150 എത്തി. 2008 അവിടെ 160 എത്തി. അങ്ങനെ ഓരോ ചരിത്രങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2009 ഇത് ഉണ്ടാക്കി തീർന്നത്.
അപ്പം നമ്മളിതാ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് എലിവേറ്ററിന്റെ മുമ്പിലായിട്ടാണ് നിൽക്കണ. അവിടെ പോണതിന്റെ സ്പീഡ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. 70, 80, 72, 74, 75, 76, 77, 81, 82, 83, 84, 85, 86, 87, 88, അങ്ങനെ പോയി ഇത് 124 നിലയിലെത്തും കണ്ടോ. സെക്കൻഡുകൾ വെച്ചിട്ടാണ് പോണത്. വെടിയുണ്ട പോണ പോലെ സംഭവം പൊരിയട്ടോ. കണ്ടോ 124ാമത്തെ നിലയിലെത്തി. നമ്മളിപ്പോ ഈ 124ാമത്തെ നിലയിലേക്കാണ് പോണത്. അപ്പൊ അതാ നമ്മുടെ ബുർജ് ഖലീഫയുടെ ലിഫ്റ്റിലേക്ക് കാലെടുത്ത് വെക്കാണ്. കയറുവോ? ഇതാണ് നമ്മുടെ ലിഫ്റ്റിൽ നിന്നുള്ളൊരു കാഴ്ച. കണ്ടല്ലേ, ഒരു ലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളില്. ലിഫ്റ്റിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 95, 96, 97 ചെവിയൊക്കെ അടഞ്ഞുട്ടാ. 12, 14, 15, 17, 18, 19, 20, 21, 22, 23, 24. അങ്ങനെ നമ്മൾ 124ാമത്തെ നിലയിലെത്തി. ലിഫ്റ്റ് തുറന്നു, പുറത്തിറങ്ങാണ്. ഇതാണ് ബുർജ് ഖലീഫയുടെ 124ാമത്തെ നില. അപ്പോൾ ഇതാണ് ബുർജ് ഖലീഫയുടെ വ്യൂ പോയിന്റുകളിൽ ഒന്നുള്ളത്. ലോകം മുഴുവൻ വന്ന് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും ചെയ്യാറുള്ള ഒരു സ്ഥലം. നമ്മളും വന്നു വീഡിയോ എടുക്കാൻ കേട്ടോ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതിന്റെ മുകളിൽ നിന്ന് അടിയിലേക്കുള്ള വ്യൂകളും സംഭവങ്ങളൊക്കെ കാണാം. ഇത് കാണാനാണ് ആൾക്കാരോടെ മരിച്ചു വരുന്നത്. അച്ചു എങ്ങനെയുണ്ട്? ഗുഡ്. എന്ത് ഗുഡ്? അത് സ്വിമ്മിംഗ് പൂളാത്. ആ, അത് ഫൗണ്ടൈൻ ഒക്കെ നടക്കണ സ്ഥലം കേട്ടോ. ഫൗണ്ടൈൻ ഷോ നമുക്ക് രാത്രി കാണാം. ഇവിടെ നിന്നുള്ള വ്യൂ എടുക്കാനാട്ടോ. ഇത് നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡാണ്. ആ ഭാഗത്ത് നമ്മുടെ ദുബായ് ഫ്രെയിം ഒക്കെ കാണാനുണ്ട്. അവിടെ അടിപൊളി വ്യൂ കേട്ടോ. വ്യൂ പോയിന്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവിടെ ഒരു ചെറിയൊരു കാഫറ്റേരിയ ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുത്തതിന്റെ ക്ഷീണം മാറ്റാന്നാണ് തോന്നുന്നു. ഇവിടെ നമുക്കിത് അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഈ സ്ക്രീനിൽ നോക്കിയാൽ അതിൽ കറക്റ്റ് പോയിന്റ് ചെയ്ത് വരും താഴെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. ഓരോ സ്ഥലങ്ങൾ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്ന് വിധം കാണാൻ പറ്റും. ഇവിടെ ഒരു സോവനിയർ ഷോപ്പും ഉണ്ട് കേട്ടോ ബുർജ് ഖലീഫയുടെ. എല്ലാവരും ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതാ നമ്മളിപ്പോ നിക്കണത് ഇവിടെ കേട്ടോ. 124ാമത്തെ നിലയില് 452 മീറ്റർ ഉയരത്തില് ബുർജ് ഖലീഫയുടെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിച്ച് നമ്മൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങാട്ടോ. നമ്മളിതാ 125ാമത്തെ നില തന്നെയാണ് പോണ്. 124ാമത്തെ നിലയിലെ ലിഫ്റ്റില് തിരക്കായതുകൊണ്ട് അവര് നമ്മളെ ഒരു നിലയും കൂടി പൊക്കി 125ാമത്തെ ലിഫ്റ്റിലേക്ക് കയറ്റിവിട്ടിരിക്കുകയാണ്. അപ്പൊ അതാ നമ്മളെ തിരിച്ച് പോവാനുള്ള ലിഫ്റ്റ് കയറാട്ടോ. അങ്ങനെതാ ആ പരിപാടി അവസാനിപ്പിച്ച് നമ്മള് താഴത്തെത്തിയിട്ടാ. ബുർജ് ഖലീഫ കണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞതാ എല്ലാവർക്കും ലെഗോന്നൊരു പർച്ചേസ്. വേണ്ട, എടുക്കണ്ട, പുറത്തെടുക്കണ്ട. അത് കഴിഞ്ഞ് വിശന്ന് വലഞ്ഞു. നമ്മളിതാ ഇവിടെ ഒരു ചിക്കൻ കാജൂൺ ഗ്രിൽ ചിക്കൻ വാങ്ങി. ബാക്കിയുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ക്ഷമയില്ലാത്ത കാരണം ഇതിന്ന് തുടങ്ങുക കേട്ടോ. കെസിക്ക് കഴിക്കാൻ നമ്മളൊരു ബർഗറും പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മുടെ വിശപ്പ് അടങ്ങിയിട്ടില്ല കേട്ടാ. അച്ഛനൊരു പാഷൻ മാംഗോ കൂടി വാങ്ങി. പിന്നെ നമ്മളൊരു ചിക്കൻ റാപ്പും കൂടി വാങ്ങി. ഇതിലൊരു ഇതാവും വിശപ്പിനൊരു തീരുമാനം. അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ദുബായ് എക്സ്പോറിയത്തിലേക്ക് നടക്കുക കേട്ടോ. അപ്പം സമയം 3:15. അപ്പൊ പെട്ടെന്ന് അവിടെ എത്തണം. നമ്മള് എക്സ്പോറിയ എത്താറായിട്ടോ. മുട്ടിഞ്ഞ തിരക്കെന്ന് പറഞ്ഞുണ്ടല്ലോ. മുട്ടിഞ്ഞ തിരക്കാ കണ്ടില്ലേ. പെരുന്നാളിന്റെ അവധിയായ കാരണം ആൾക്കാരെ ഇറങ്ങി ആഘോഷിക്കുകയാണ്.
അപ്പൊ ഇതാട്ടോ നമ്മുടെ പ്രശസ്തമായ ദുബായ് അക്വേറിയം. നമ്മൾ ഇപ്രാവശ്യം എന്തായാലും ഉള്ളിൽ പോയി കയറി കാണാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ സ്കാൻ ചെയ്തു, ഉള്ളിൽ കയറാട്ടോ. ഇത് എന്താ മുതുക്ക് മീനാണോ? വേണ്ട, അക്വേറിയം ക്ലീൻ ചെയ്തോണ്ടിരിക്കട്ടോ. അവിടെ പായലും പൂപ്പലൊക്കെ വന്നത്. ഷാർക്കൊക്കെ അയാളുടെ മോളിൽ കൂടെ പറക്കണ നോക്കിയേ. പറക്കല്ല, നീന്തി നോക്കിയേ. നല്ല യമകണ്ട മീനുകളാട്ടാ ഫുള്ള്. അപ്പം ഇതാണ് ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ വേൾഡ് സൂ ട്ടോ. നമ്മള് കിടക്കാണ്. കിടന്ന വഴിക്ക് നല്ല അടിപൊളി തെരണ്ടിയും സംഭവങ്ങളൊക്കെ കാണാട്ടോ. എവിടെ ഷാർക്ക്? ഓ, ഗാനഗംഭീര ഷാർക്കാണല്ലോ. എന്താ ചെയ്യേ? എവിടെ ചന്തി? ഓ, തെരണ്ടിയുടെ ചന്തി. അപ്പൊ നമ്മളീ ടണലിന്റെ ഉള്ളിൽ കൂടെ നടന്നോണ്ടിരിക്കട്ടോ. നല്ല അടിപൊളി ഒരു യാത്രയാണത്. അവസാനം നടന്നതാ നമ്മള് ബുർജ് ഖലീഫയുടെ അവിടെ എത്തിട്ടോ. ബുർജ് ഖലീഫനെ ഇപ്പോഴാണ് ഫുൾ സ്ട്രെച്ചിലൊന്ന് കാണുന്നത്. കണ്ടില്ലേ, ഭീമാകാരനായ ബുർജ് ഖലീഫ. പക്ഷെ ഒരു രക്ഷയില്ലാട്ടോ. തിരക്ക് എന്ന് വെച്ചാൽ തിരക്കോട് തിരക്കാണ്. കണ്ടില്ലേ, ഇപ്പൊ ഒരു ഫൗണ്ടൻ ഉണ്ട്. ആ ഫൗണ്ടൻ കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത് മുഴുവൻ. നമ്മളിവിടെ എവിടെങ്കിലും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കി പോവാണ് ഇപ്പൊ. ബുർജ് ഖലീഫയുടെ വ്യൂ കണ്ടില്ലേ, കലക്കിട്ടാ. ഞോഞ്ഞി, ബുർജ് ഖലീഫ എങ്ങനെയുണ്ട്? നടന്നു എടുത്തോ? എങ്ങനെയുണ്ട് ബുർജ് ഖലീഫ? ഇരിക്കണോ? എല്ലാവരും നടന്നൊരു വിധായി. അച്യുത അവിടെ കിടന്ന് ഉറങ്ങണു. അത്തേ കണ്ടില്ലേ, ഒരനക്കുമില്ല, വെട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങണ്. ഇവിടെ ഈ ലീറ്റോ എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ കയറാം നമുക്ക്. ഇതിന്റെ ഉള്ളിലേക്കാണ് കയറിയാണ്ടല്ലോ. വ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഭീകര എന്ന് പറഞ്ഞാൽ ഭീകര വ്യൂ കേട്ടോ. ആണോ, ഇവിടെ നിന്നാണ് നമ്മളിപ്പോ താഴത്തുനിന്നാണ് കയറി വന്നത്. ഇവിടെയൊക്കെ നോക്കിയേ, അടുക്കാൻ പറ്റാത്ത തിരക്കായുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് ഫൗണ്ടൻ ഷോ നടക്കുന്നത്. ആ അതെ, തിരാമിസു കിട്ടും ഇവിടെ. തിരാമിസു ഭയങ്കര ഫേമസ് ഒരു എന്താ മധുര കേക്ക് അല്ല, അതൊരു ക്രീമാണ്. ആ, ക്രീമോ കേക്കോ എന്താണോ, തിരാമിസു കിട്ടും. പിന്നെ ഇവിടെ എന്താ, ആലിയ ഭട്ടിന്റെ ഫേമസ് കേക്ക്. ഈ ഫേമസ് കേക്കും കിട്ടും. അപ്പൊ നമ്മളും വിചാരിച്ചു ഇത് രണ്ടും അങ്ങോട്ട് പരീക്ഷിക്കാന്ന് തുടങ്ങുന്നത്. ഈ സംഭവമാണ് കേട്ടാ ലോകം മുഴുവൻ പറയണ തിരാമിസു. അപ്പൊ ഈ സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഒരു ലെയർ കണ്ട് എടുത്ത് സംഭവം പൊരി കേട്ടാ, തകർത്തു.
ഞൂഞ്ഞ് കേട്ടോ ആലിയ ഭട്ടിന്റെ കേക്ക് പരീക്ഷിക്കാൻ പോണ്. കഴിക്കേ മിൽക്കിലൊക്കെ മുക്കിയിട്ട്. സോ സോഫ്റ്റ്. ഗുഡാ? എങ്ങനെയുണ്ട് പാഷൻ മാംഗോ? യമി. നമ്മളവിടെ ഇരുന്ന് കഴിച്ച് സംഭവം സന്ധ്യയായിട്ടോ. അവിടെയൊക്കെ ഫുൾ ലൈറ്റ് ഇട്ടു, എല്ലാ ബിൽഡിങ്ങിന്റെയും മുകളിലും ഫുൾ ഡെക്കറേഷൻ, അടിപൊളി വ്യൂ ആട്ടോ. അച്യുത ഉറക്കത്തിൽ എനിക്ക് ഇരുന്നിട്ട് ഫൗണ്ടൻ ഷോ കാണുന്നു. കുട്ടി നല്ല ഉറക്കാട്ടോ. അപ്പൊ നമ്മള് പോണേക്കാളും മുന്നേ ഒന്നുകൂടി ബുർജ് ഖലീഫയുടെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി വന്നാട്ടോ. കണ്ടില്ലേ, പടുകൂറ്റൻ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മള് ദുബായ് മോളിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനിയിപ്പോ നേരെ മെട്രോ പിടിച്ച് ഹോട്ടലിൽ പോവാണ്. വലിയൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. എന്താ പറയാ, ക്ഷീണിച്ച് മനുഷ്യന്റെ ഊപ്പാടിളകി, നടന്ന് ഊപ്പാടിളകി. എന്താണെങ്കിലും നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. എല്ലാവരും തകർത്ത് ആഘോഷിച്ചു. അപ്പൊ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Bye.